ഹലോ റീടെക് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് റോവൻ സെബാസ്റ്റ്യൻ അറ്റ്കിൻസിനെ കുറിച്ചാണ്. പറഞ്ഞപ്പോൾ ആളെ മനസ്സിലായില്ല എന്ന് മനസ്സിലായി. പറഞ്ഞു വന്നത് മിസ്റ്റർ ബീനെ പറ്റിയാണ്. അതെ, മിസ്റ്റർ ബീൻ വെറും 15 എപ്പിസോഡുകളുണ്ട് ലോകമെമ്പാടും ഫാൻസിനെ ഉണ്ടാക്കിയ വ്യക്തി. മിസ്റ്റർ ബീനെ പറ്റി പറയുകയാണെങ്കിൽ 90കളിലാണ് ഈ പ്രോഗ്രാം ബ്രിട്ടീഷ് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. 15 എപ്പിസോഡുകൾ മാത്രമേ ആ പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ. ആ ഒറ്റ സീസൺ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷെ ആ ഒറ്റ സീസൺ കൊണ്ടാണ് പുള്ളി അത്രയും ഫാൻസിനെ ഉണ്ടാക്കിയെടുത്തത്. അതായത് 90s-നെയും 2K-യുടെ ഒക്കെ ചെറുപ്പകാലം മനോഹരമാക്കിയ ഒരു വ്യക്തിയാണ് മിസ്റ്റർ ബീൻ. ലോകത്ത് ഒത്തിരി കൊമേഡിയന്മാരുണ്ടെങ്കിൽ തന്നെയും ഈ കൊമേഡിയൻ ആവുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ തമാശകൾ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവരുടേതായ ഒരു ഇതുണ്ടല്ലോ ശൈലി, ബോഡിയുടെ ഒരു ശൈലി കൊണ്ടൊക്കെ ആയിരിക്കും ഒരു കൊമേഡിയൻ ആയി തീരുന്നത്. പക്ഷെ പുള്ളിയുടെ കാര്യത്തിൽ ഡയലോഗ് പുള്ളി ആ എപ്പിസോഡുകളിൽ ആകെ കറക്റ്റായിട്ട് ഉച്ചരിക്കുന്നത് മിസ്റ്റർ ബീൻ എന്ന പേര് മാത്രമായിരിക്കും. ബാക്കിയൊക്കെ അങ്ങനെ വലിയ സംഭാഷണ രൂപമൊന്നും കാണത്തില്ല. ആക്ടിവിറ്റീസും ഓരോന്നൊക്കെ ചെയ്തായിരിക്കും. പക്ഷെ നമ്മളത് അത്രത്തോളം എന്റർടൈൻമെന്റ് ചെയ്യുന്ന പരിപാടിയാണ്. പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി കൊച്ചിലെ മറ്റേ വിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ രൂപം ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിട്ട് തോന്നിയോണ്ടാണ് പുള്ളി കോമാളി വേഷങ്ങളിലേക്ക് മാറുന്നത്. പുള്ളിക്ക് അഭിനയിക്കാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പുള്ളി കോമാളി വേഷങ്ങളിലേക്ക് മാറുന്നതെന്നും കൂടാതെ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് ആരും ചെയ്യാത്തൊരു കോമഡി കഥാപാത്രത്തിനെ സൃഷ്ടിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് പുള്ളി മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രം. പക്ഷെ എന്നാൽ ഇതിന്റെ ഫസ്റ്റ് നെയിം മിസ്റ്റർ കോളിഫ്ലവർ എന്നും മിസ്റ്റർ വൈറ്റ് എന്നും പറയുന്നവരുണ്ട്. അതിനുശേഷമാണ് ഈ മിസ്റ്റർ ബീൻ എന്നൊരു പ്രോഗ്രാമിലേക്ക് വരുന്നതും ഒരു കഥാപാത്രത്തിന് പുള്ളി ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിൽ ഇപ്പൊ ഡയലോഗുകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അതായത് ഇത്ര രാജ്യങ്ങളിൽ ഈ പരിപാടി ഏകദേശം 190 രാജ്യങ്ങളാണ് ഈ പരിപാടി ഓടിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും അത് ഓടുന്നുണ്ട്. കാര്യങ്ങളും ലൈവ് ടെലികാസ്റ്റിംഗ് അത് ഈ ഇതില്ലാത്തത് കൊണ്ടായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരുപക്ഷെ ഡയലോഗുകൾ ഉണ്ടെങ്കിൽ ആ ഭാഷ നമുക്ക് മനസ്സിലാവാതെ പോകും. ഇതാകുമ്പം ആക്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ ഇത്ര രാജ്യങ്ങളിലുള്ള ഇത്ര ഭാഷ സംസാരിക്കുന്നവർക്കും അത് കണക്റ്റാവും. പിന്നെ നമ്മുടെ കുട്ടിക്കാലവും കളറാക്കിയ ഒരു ഇതാണ്. അതിന് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് പോകോയിലായിരുന്നു പ്രോഗ്രാം. ഇന്ത്യയിൽ അതിന്റെ ടെലികാസ്റ്റിംഗ് റൈറ്റ്സ് കൊടുത്തിരുന്നത് പോകോയായിരുന്നു. ഈ അതന്നെ ആ ചാനല് പോകോ എന്ന ചാനലില് കുട്ടികൾക്ക് അത്രയും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കാർട്ടൂൺ പോക കാണണമെന്ന് തോന്നിപ്പിക്കാൻ. കാരണം അന്ന് മിസ്റ്റർ ബീന്റെ കാർട്ടൂൺ സീരീസും അവരിറക്കിയതുകൊണ്ടാണ്. മറ്റതൊരു വെബ് സീരീസ് പോലെ ആയിരുന്നെങ്കിൽ ഇതൊരു കാർട്ടൂൺ ടൈപ്പ്. പക്ഷെ ആ കാർട്ടൂൺ ടൈപ്പിൽ പല കഥകളുണ്ട്. അതിനകത്ത് തന്നെ പുള്ളിയെ അവർ ഇൻട്രോ ചെയ്യുന്നത് ഒരു ഏലിയൻ രൂപത്തിലാണ്. ഒരു മേളിൽ നിന്ന് വീഴുന്ന ഒരു ഇത് സംഭവം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി ഒരു ഏലിയനാണെന്നും പറയാം. അങ്ങനെ പറയുന്നവരും ഉണ്ട്. പിന്നെ ഇതിന്റെ വേറൊരു ആശയം അത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ മിസ്റ്റർ ബി എന്ന് പറയുന്ന കഥാപാത്രം ഒരു പയ്യൻ അതായത് പയ്യന്റെ സ്വഭാവം ഉള്ള ആൾ, അതായത് മുതിർന്ന ശരീരമുള്ള ഒരാള് കുഞ്ഞു മനസ്സ്. അതിന് അങ്ങനെയാണ് അവര് അതിനെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിയെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ പുള്ളിയുടെ തുടങ്ങുന്നത് തന്നെ പുള്ളി ഒരു ടെലിവിഷൻ പ്രോഗ്രാമിലൂടെയാണ്. അതായത് ബ്രിട്ടീഷ് ടെലിവിഷനിൽ തന്നെ ആ ഒരു പ്രോഗ്രാം 1980-കളിൽ ഒരു പ്രോഗ്രാമിലൂടെയാണ് പുള്ളി തുടങ്ങി വരുന്നത്. അവിടുന്നാണ് പുള്ളി പിന്നെ സിനിമയിലോട്ട് പോകുന്നതും. അവിടുന്ന് പിന്നെ വീണ്ടും പുള്ളി മിസ്റ്റർ ബീൻ എന്ന് പറയുന്ന അടുത്ത പ്രോഗ്രാം തുടങ്ങി അതിന്റെ സീരീസ് തുടങ്ങി. അതാണ് പുള്ളി ലോകം മൊത്തവും ഫേമസ് ആകുന്നതും. ബീൻ എന്ന് പറഞ്ഞ സിനിമയും മിസ്റ്റർ ബീൻ ആൻഡ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമയും ചെയ്തു. ആ ലേബലിൽ തന്നെ പുള്ളി ചെയ്തത്. അതില് ബീൻ എന്ന് പറഞ്ഞ സിനിമ കറക്റ്റ് നമ്മുടെ മറ്റേ സീരിയസ് മോഡൽ ആണെങ്കിൽ, മറ്റേ മിസ്റ്റർ ബീൻ ആൻഡ് ഹോളിഡേയ്സ് എന്ന് പറയുന്ന പടം എന്ന് പറഞ്ഞാൽ അതൊരു ഇതായിരുന്നു, ട്രാവൽ പാരീസിലോട്ട് പുള്ളി പോകുന്നതായിട്ടാണ് അതിൽ കാണുന്നത്. അതിനകത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങള് പക്ഷെ അതില് വേറെ 2 കഥാപാത്രങ്ങളൂടെ ഉണ്ട്, ഒരു പയ്യനും അവരച്ഛനും. അവരെ തമ്മിൽ പുള്ളിയാണ് ഒന്നിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സിനിമയായിരുന്നു മിസ്റ്റർ ബീൻ ആൻഡ് ഹോളിഡേയ്സ്. പുള്ളിയുടെ പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ആ പ്രോഗ്രാമിനെല്ലാം ഉപയോഗിക്കുന്ന ഡ്രസ് കോഡ് ഒരേ സെയിം ഡ്രസ് കോഡ് ആയിരിക്കും. വലിയ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പിന്നെ കൂടാതെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ചാൽ പുള്ളിയുടെ പ്രോഗ്രാമിന് ഒരു 50 to 100 മില്യൺ വാച്ചറാണ് പെർ ഡേ കിട്ടുക. അത് നിലവിലും അതിങ്ങനെ കണ്ടിന്യൂല് പോകുന്ന ഒരു സാധനമാണ്. അപ്പൊ അത്രത്തോളം പുള്ളി പോപ്പുലാരിറ്റി ഉള്ളൊരു വ്യക്തി കൂടിയാണ്. പിന്നെ ഐൻസ്റ്റീനെ കാട്ടി ഐക്യം ഉണ്ട് മിസ്റ്റർ ബീന്. 178 സംതിങ് അത്രത്തോളം ഐക്യം പുള്ളിക്കുണ്ട്. അതായത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളി അതൊരു ഷോർട്ട് ഫിലിമിന് ഓസ്കാർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇതിനൊക്കെ മുമ്പാണ്, മിസ്റ്റർ ബീനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പേ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങി, അതിനാണ് ഓസ്കാർ കിട്ടിയിരിക്കുന്നത്. പുള്ളി ആണെങ്കിൽ പബ്ലിക്കിന്റെ ഇടയിൽ വരുമ്പോഴും മിസ്റ്റർ ബീനായിട്ട് തന്നെ അഭിനയിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇൻസിഡന്റ് ആണ് 2012 ഒരു ഒളിമ്പിക്സ് സെറമണി, ഓപ്പൺ സെറമണിയിൽ പുള്ളി ഒരു
ഷോ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ എഡ്യൂക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ഗ്രാജുവേറ്റഡ് ആയിരിക്കുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും, കൂടാതെ പുള്ളി ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അത് പുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നത് ന്യൂ കാസ്റ്റിൽ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. കൂടാതെ ഈ ന്യൂ കാസ്റ്റിൽ എന്ന് പറയുന്ന ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പുള്ളി മിസ്റ്റർ ബീൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വെച്ചതെന്നാണ് മനസ്സിലാക്കിയത്. കാലം എത്ര കഴിഞ്ഞാലും മിസ്റ്റർ ബീന്റെ എപ്പിസോഡുകൾക്ക് റിപ്പീറ്റ് വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. അതെ, നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. താങ്ക് യു.